പഴയതല്ലേ, അവിടെ ഇരുന്ന് തേങ്ങിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ പുതുതലമുറ തേങ്ങാൻ തയ്യാറല്ല, മുന്നോട്ട് കുതിക്കുകയാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ഇപ്പം എല്ലാവരും പുതിയ തലമുറയെ കുറ്റം പറയുന്നല്ലേ. അതായത് അവർ അഡിക്ട്സ് ആണ്, ലഹരിയാണ്, ഫോക്കസ് ഇല്ല. എന്നാൽ ഇപ്പം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു 1-ാം വർഷ ഡിഗ്രിക്കാരൻ പയ്യനെയാണ്. എന്റെ പേര് ജോൺസൺ സേവ്യർ. ഞാൻ SB കോളേജ് ചങ്ങനാശ്ശേരിയിൽ MA പഠിക്കുന്നു. എന്റെ വീട് തോപ്പുംപടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ക്ലാസ്സിൽ നിന്ന് ഇറക്കി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ചരിത്ര പുരുഷനോടാണ്. പറയാം, അങ്ങനെ തന്നെ പറയണം. ഫുട്ബോൾ ആണ് മേഖല. എന്ന് മുതൽ ഇത് തുടങ്ങി, അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഞാൻ ഫുട്ബോൾ എപ്പോഴും ഇങ്ങനെ പാഷനോടെ കൊണ്ട് നടക്കണായിരുന്നു കളിക്കാനായിട്ട്. എനിക്ക് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ കിട്ടണ്ടായില്ല. അപ്പൊ എനിക്ക് ഫുട്ബോളിൽ തന്നെ നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. വീട്ടിൽ തന്നെ ഫുട്ബോൾ പാരമ്പര്യവും ഉണ്ട്. ഫാദർ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു, സന്തോഷ് ട്രോഫി സർവീസസ് ടീമിനൊക്കെ കളിച്ചതാണ്. അപ്പോ അദ്ദേഹം ഒരു നേവി ഉദ്യോഗസ്ഥനുമായിരുന്നു. നേവിയിലായിരുന്നു. അപ്പൊ അങ്ങനെ കളിച്ചു. പിന്നെ സീനിയർ ഡിസ്ട്രിക്ട് 3 തവണ കളിച്ചു, ജൂനിയർ ഡിസ്ട്രിക്ട് കളിച്ചു, നാഷണൽ ഗെയിംസിന്റെ ക്യാമ്പിലുണ്ടായി. അങ്ങനെ പിന്നെ സുബ്രതോ കപ്പൊക്കെ കളിച്ചിട്ടുണ്ടായി. അപ്പൊ ആ റൂട്ടിൽ അങ്ങനെ പോണായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ക്ലബ്ബ് കിട്ടാറുണ്ടായി. അപ്പോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഫുട്ബോൾ പ്ലേയേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. പിന്നെ എന്താ ജോനത്തൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഗ്രി സ്റ്റുഡന്റിന് ഇത്രയ്ക്കും പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകത ഇല്ലാത്ത ആരെങ്കിലും ഇന്ന് വരെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കേൾക്കാൻ പോകുന്നത് ചിലപ്പോൾ വീട്ടിൽ ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് ഇനി എന്തൊക്കെയാണ്, അത്യാവശ്യം സ്പോർട്സ് ഒക്കെ ഉണ്ട്, വേറെ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഐ ഓപ്പണർ ആയിരിക്കും. ആൻഡ് ഒരു ചരിത്രം സൃഷ്ടിക്കുന്ന എങ്ങനെയെന്ന് കേട്ട് പഠിക്കുകയും ചെയ്യാമല്ലോ അല്ലേ. For that be with me, Nina. Jonathan is right here with us on Time Pass at the Radio Manga 91.9 നാട്ടിലെങ്കും പാട്ടായി. അശ്ശു, കണ്ണാടി പൂവിനോട് എന്തെത്ര ഇഷ്ടം എന്നൊക്കെ ചോദിക്കുന്നല്ലേ. ഇഷ്ടം തോന്നും കാണാൻ ഭംഗിയുള്ളതിനോടും, നന്നായി അധ്വാനിക്കുന്നവരോടും, നന്നായി ഇടപെടുന്നവരോടും, നല്ല ഫോക്കസ് ഉള്ളവരോടും പൊതുവെ ഇഷ്ടം തോന്നും. അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ കൂടി ഇരിക്കുന്ന ആളോട് ഭയങ്കര ഇഷ്ടം തോന്നും. എന്റെ പേര് ജോൺസൺ സേവ്യർ. ഞാൻ SB കോളേജ് ചങ്ങനാശ്ശേരിയിൽ MA പഠിക്കുന്നു. എന്റെ വീട് തോപ്പുംപടി. പല കുട്ടികളെയും പോലെ കുട്ടിക്കാലത്ത് ഫുട്ബോളിൽ ആവേശം കയറിയ ജോനത്തൻ ജൂനിയർ ഡിസ്ട്രിക്ട് കളിച്ചു, സീനിയർ ഡിസ്ട്രിക്ട് പലതവണ കളിച്ചു, പിന്നെ സുബ്രതോ കപ്പ് കളിച്ചു, നാഷണൽ ടീമിന്റെ കോച്ചിങ് ക്യാമ്പിലുണ്ടായി. അങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ എനിക്ക് ഫുട്ബോളിൽ തന്നെ തുടരണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ ഒബിയസ്ലി ഇങ്ങനെ ഒരു കോഴ്സ് നടക്കുന്നതായിട്ട് അറിഞ്ഞു. അങ്ങനെ കോഴ്സിലോട്ട് വന്നതാണ്. 21 വയസ്സല്ലേ ആയിട്ടുള്ളൂ ജോനത്തിന്? അതെ. അപ്പൊ ഇപ്പൊ കോഴ്സിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ആ കോഴ്സ് പഠിക്കണമെങ്കിൽ എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ ഇത്ര ചെറുപ്രായത്തിലൊക്കെ? കോഴ്സ് നമുക്ക് 18 ഇയേഴ്സിന്റെ പൊക്കത്തായിരിക്കണം ഏജ്. അപ്പോ അതിന്റെ ഏറ്റവും ബേസിക് ലെവൽ എന്ന് പറയുമ്പോൾ AIFFന്റെ D ലൈസൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 6 മന്ത്സ് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നമുക്ക് C ലൈസൻസിന് അപ്ലൈ ചെയ്യാം. അത് ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ ആണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 1 ഇയർ കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് AFC B ലൈസൻസിന് പോകാൻ പറ്റുന്നത്. അതായത് ഈ പറഞ്ഞ ലൈസൻസ് ഒക്കെ ഫുട്ബോൾ കളിക്കാനല്ല, ഫുട്ബോൾ കോച്ച് ആകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഫുട്ബോൾ കോച്ച് ലൈസൻസ് എടുത്ത ആളാണ് നമ്മുടെ കൂടി ഇരിക്കുന്ന ജോനത്തൻ. അങ്ങനെ ഇപ്പൊ സന്തോഷപൂർവ്വം AFC B ലൈസൻസ് വരെ എത്തിയിരിക്കുന്നു. ഈ B ലൈസൻസ് അല്ലല്ലോ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ളത്? അല്ല, A ലൈസൻസും ഉണ്ട്, അത് കഴിഞ്ഞിട്ട് A പ്രോ ലൈസൻസും ഉണ്ട്. അതിന് കടമ്പകൾ കൂടുതലാണ്. അതിന് ഒരുപാട് എക്സ്പീരിയൻസ് ആവേണ്ടിയിരിക്കുന്നു. പിന്നെ കുറെ കോച്ചിങ് പഠിക്കാനും ഉണ്ട്. ഇനി കുറെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇത് ഇനി പഠിച്ചു പോകാനും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കൗതുകം ഉണ്ട് കേട്ടോ. എന്താണ് ഈ ഫുട്ബോൾ കോച്ച് ആവുന്ന സമയത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നത്? കോച്ചാണല്ലോ എല്ലാരും പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, അപ്പൊ ഇവരെന്തായിരിക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത്? എന്തിനാ വെറുതെ കൺഫ്യൂഷൻ ആവുന്നത്? ജോനത്തൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ആ കഥ മാത്രമല്ല, മറ്റൊരു ചരിത്രം കൂടി ഈ കക്ഷി കുറിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി നമുക്ക് കേൾക്കണ്ടേ? നമ്മുടെ നാട്ടിലെ പയ്യൻ, പ്രത്യേകിച്ച് തോപ്പുംപടി ചങ്ങനാശ്ശേരി കോളേജിൽ പഠിക്കുന്നു, അത് ഡിഗ്രി ഫസ്റ്റ് ഇയർ. ഈ പ്രായത്തിലുള്ള യുവതലമുറ വഴിതെറ്റുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ പരിചയപ്പെട്ടിരിക്കണം, സൊസൈറ്റിക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. അതാണ് നമ്മുടെ പോയിന്റ്. അപ്പൊ ടൈം പാസിൽ കൂടെ ഞാനാണ് നീന ഓൺ റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്കും പാട്ടായി. വിരലാൽ ആലോലല്ല, കാലിന്റെ പാദം കൊണ്ട് ചന്നം പിന്നം ഗോൾ അടിക്കുന്ന കായിക ഇനം ഫുട്ബോൾ മേഖലയല്ല, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു ചരിത്ര പുരുഷൻ, വേണ്ട ചരിത്ര പയ്യൻ ആണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്. എന്റെ പേര് ജോൺസൺ സേവ്യർ. ഞാൻ SB കോളേജ് ചങ്ങനാശ്ശേരിയിൽ MA പഠിക്കുന്നു. എന്റെ വീട് തോപ്പുംപടി. സുബ്രതോ കപ്പിലും നാഷണൽ ക്യാമ്പിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഫുട്ബോൾ പ്ലെയർ ആണ്. പോരാത്തതിന് ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഏറ്റവും യംഗസ്റ്റ് AFC B ലൈസൻസ് ഹോൾഡർ. അതായത് ഫുട്ബോൾ കോച്ച് ആകാനുള്ള ലൈസൻസ് എടുത്തിട്ടുള്ള ആളാണ്. ഈ കോച്ച് ആകാൻ നേരം എന്താ പഠിപ്പിക്കണേ? ടീം മാനേജ്മെന്റ് ഉണ്ട്. പിന്നെ നമുക്ക് കുറെ ടീമിനെ സെറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ ടാക്ടിക്സ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. കോച്ച് ആകുമ്പോഴത്തേക്ക് നമുക്ക് ടീമിനെ എങ്ങനെ ലീഡ് ചെയ്യണം എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്. ഇതെന്താ ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആണോ അതൊരു ക്ലാസ്സിലെ പോലെ ഒരുപാട് പേരുടെ കൂടെയാണോ? 30 പാർട്ടിസിപ്പൻസ് വരെ ഉണ്ടാവും നമുക്ക് ഈ കോഴ്സിന് വരുമ്പോൾ. 30 പാർട്ടിസിപ്പൻസിൽ എന്നിട്ട് അവർക്ക് ഇങ്ങനെ പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവും, തിയറി എക്സാം ഉണ്ടാവും. 10 ഡേയ്സിന്റെ ഒരു 2 മൊഡ്യൂൾ ഉണ്ട്. ഈ ഫുട്ബോൾ കോച്ച് ആകാനുള്ള കോഴ്സ് പഠിക്കാൻ വല്ല എൻട്രൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെയാ അപ്ലൈ ചെയ്യാ? എൻട്രൻസ് ഇല്ല, നമ്മ ഇങ്ങനെ ആപ്ലിക്കേഷൻ ഇങ്ങനെ
ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്യും അവര്. അപ്പോൾ നമ്മൾ അത് അപ്ലൈ ചെയ്യും. അപ്പോഴത്തേക്ക് നമുക്ക് സെലക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു മെയിൽ വരും. അതിലൂടെയാണ് സെലക്ഷൻ പ്രൊസീജിയർ നമ്മുടെ പോകുന്നത്. ഇപ്പൊ ഡിഗ്രി പഠിക്കുന്നേ ഉള്ളല്ലോ, അപ്പൊ ഇനി പ്രൊഫഷണലി തുടങ്ങുമ്പോൾ കളിക്കാരനാകോ അതോ കോച്ചാകാൻ ശ്രമിക്കോ? ഇല്ലില്ല, ഞാനിപ്പോ എന്റെ SB കോളേജിൽ കയറിയിരിക്കുന്ന സ്പോർട്സ് കോട്ടയിലൂടെയാണ്. അപ്പൊ അവിടെ ഇനി കളിക്കണം, എന്നിട്ട് ISL കളിക്കാൻ നോക്കണം, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഭാവി താരത്തിനോടാണ് അല്ലേ? അയ്യോ അത് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനമില്ലെന്നല്ലേ? നമ്മൾ മലയാളികളുടെ ഒരു രീതി അതല്ലേ, ഒരാൾ ഉയർന്നു കഴിയുമ്പോഴത്തേക്കും അയാളിലേക്ക് ഓവർ പ്രതീക്ഷയും ഓവർ പ്രഷറും ഇടുക. പക്ഷെ ഇവിടെ തീർന്നിട്ടില്ല. ജോനത്തൻ സൃഷ്ടിച്ചിരിക്കുന്ന മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. ചരിത്രം സൃഷ്ടിച്ചൊരു ഘോഷയാത്രയാക്കിയിരിക്കുകയാണെന്നല്ലേ? അതിനെപ്പറ്റി കൂടി പറഞ്ഞിട്ട് ഞാൻ ജോനത്തനെ വിടുള്ളൂ. ഞാനും ഇവിടെയുണ്ട്, ജോനത്തനും ഉണ്ട്. ഞാൻ നീന. ഏതാ ടൈം പാസ് ഓൺ റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി. വിട്ട മാമ വിട്ടില്ലെങ്കിലും അച്ഛനും അമ്മയും വിടും. അച്ഛൻ എക്സ് നേവി ഉദ്യോഗസ്ഥനാണ്, വൻ ഫുട്ബോൾ കളിക്കാരനാണ്. അദ്ദേഹം ഉറപ്പായിട്ടും വിട്ടു. അങ്ങനെയാണ് ഫുട്ബോൾ കളി തുടങ്ങിയത്. ഈ ചരിത്ര പുരുഷൻ വേണ്ട, ചരിത്ര പയ്യൻ അത് മതിയെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. എന്റെ പേര് ജോൺസൺ സേവ്യർ. ഞാൻ SB കോളേജ് ചങ്ങനാശ്ശേരിയിൽ MA പഠിക്കുന്നു. എന്റെ വീട് തോപ്പുംപടി. ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സ്റ്റുഡന്റ്, കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ യംഗസ്റ്റ് ഫുട്ബോൾ കോച്ച് ആകാനുള്ള ലൈസൻസ് ഒക്കെ എടുത്തിരിക്കുകയാണ്. ശരിക്കും കളിയിൽ ഗോൾ കീപ്പർ ആണല്ലേ? ഗോൾ കീപ്പറാണ്. കളിക്കുന്നവരെക്കാളും ഒടുക്കത്തെ സ്ട്രെസ് ഈ ഗോൾ കീപ്പർക്കാണെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പറയാം നമുക്ക് അങ്ങനെ. ഈ സ്ട്രെസ് മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ ഗോൾ കീപ്പേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന ഗോളികളുടെ കോച്ചും കൂടി ആകാനുള്ള ഒരു ലൈസൻസ് എടുത്തിട്ടുണ്ട്? കോച്ചിങ് ഞാൻ D ലൈസൻസ് എടുത്തപ്പോ എനിക്ക് തോന്നി എനിക്ക് ഇതിലൊരു ഇഷ്ടമുണ്ട്. അപ്പൊ എനിക്ക് ചെയ്യാനും ഭയങ്കര താല്പര്യമായി. അപ്പോ ഞാൻ അങ്ങനെ അതിന്റെ നോളേജ് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് പോവുകയായിരുന്നു. ഇപ്പൊ ഒരു റെക്കോർഡ് ഹോൾഡർ ആണ് എന്താണെങ്കിലും. അങ്ങനെ ആയിരിക്കണു. ഇപ്പോ 19 വയസ്സിൽ ഞാൻ D ലൈസൻസ് എടുത്തു. 20 വയസ്സായപ്പോഴത്തേക്ക് ഞാൻ C ലൈസൻസ് എടുത്തു. പിന്നെ 21 വയസ്സായപ്പോഴത്തേക്ക് ഞാൻ AFC B ലൈസൻസ് ആയി. പിന്നെ 21 വയസ്സിൽ തന്നെ ഞാൻ ഗോൾ കീപ്പിംഗ് ലെവൽ 1 സർട്ടിഫിക്കറ്റ് എടുത്തു AFCയുടെ. ഗോൾ കീപ്പേഴ്സിന് മാത്രം കോച്ച് ചെയ്യുന്നത് അല്ലേ? ഗോൾ കീപ്പർ സ്പെഷ്യലൈസ് ആയിട്ട് നമുക്ക് കോച്ചിങ് ചെയ്യാം. അതായത് ടീമിൽ ഗോൾ കീപ്പേഴ്സിന് വേണ്ടി നമുക്ക് ഒരു കോച്ചിനേക്ക് ആവശ്യം വരും. അപ്പോൾ അതിനു വേണ്ടിയുള്ളതാണ് ഗോൾ കീപ്പിംഗ് ലൈസൻസ് എന്ന് പറയുന്നത്. ഒരു ഗോൾ കീപ്പിംഗ് ലൈസൻസ് ഉള്ള ടീമിനെ ഒരു ഗോൾ കീപ്പർ കോച്ചും ആവാൻ പറ്റുള്ളൂ. എക്സ്ക്ലൂസീവ്ലി കോച്ചിങ് ഗോൾ കീപ്പേഴ്സ്. അതെ. ഓൾ ദി വെരി ബെസ്റ്റ്. കളിക്കാരൻ എന്ന രീതിയിലും ഒരു കോച്ച് എന്ന രീതിയിലും ഇന്ത്യയിൽ കേരളത്തിന്റെ പേര് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. കണ്ട, ഇങ്ങനെയുണ്ട് യൂത്ത്. ഇതൊരു ഒറ്റപ്പെട്ട ആളല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അക്രമം ചെയ്യുന്നതും ഒറ്റപ്പെട്ട കേസുകളായിട്ടല്ലേ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഇൻസിഡന്റ് പേരിൽ ഒരു ജനറേഷനെ മൊത്തം അടച്ചു പറയാതെ അങ്ങനെയുള്ള പിള്ളേർക്ക് എന്ത് സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത് ചിന്തിക്കുക എന്നല്ലേ. മാത്രമല്ല ഇത്തരം ടാലൻസിന് വേണ്ടി ഉറക്കെ കൈയടിക്കുക. ടൈം പാസ് ആണ്. കൂടെ ഞാനാണ് നീന. ഇനി നാളെ കാലയിലെ കൃത്യം 10 മണിക്ക് സന്ധിക്കും വരെ വണക്കം മച്ചി. റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി.